വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പാലക്കാട് ജില്ലയിൽ 1,61,661 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2002 വിവരങ്ങളുമായി ബന്ധപ്പെടുത്താൻ കഴിയാത്തവർക്ക് ചൊവ്വാഴ്ച മുതൽ ഹിയറിംഗ് നടത്തും. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, സംസ്ഥാന വ്യാപകമായ SIR-ൽ 24 ലക്ഷത്തിലധികം ആളുകളെയാണ് ഈ പറഞ്ഞ രീതിയിൽ കണ്ടെത്താൻ കഴിയാതെ പോയത്. അതിൽ പാലക്കാട് 1,61,000-ലധികം ആളുകളുണ്ട്, അല്ലേ? തീർച്ചയായും മനു, പാലക്കാട് 1,61,661 പേരെയാണ് നിലവിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തത്. പ്രധാനമായും 23,31,000-ഓളം വോട്ടർമാരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതിൽ 21,41,000 പേരുടെ വിവരങ്ങളെല്ലാം ഈ എന്യൂമറേഷൻ ഫോം നൽകി അതിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിലാണ് ഇത്തരത്തിൽ 1,61,000-ഓളം പേരെ കാണാതായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വോട്ടർമാരുടെ കുറവ് തന്നെയാണ് പാലക്കാട് ജില്ലയിലും ഉള്ളത്. SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിശോധനയുടെ കരട് പട്ടിക ഇന്നലെയാണ് ജില്ലാ കളക്ടർ പുറത്തുവിട്ടത്. അതിൽ നിന്നാണ് ഇത്തരത്തിൽ കൃത്യമായ കണക്കുകൾ വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തത് പാലക്കാട് നിയോജക മണ്ഡലത്തിലാണ് എന്നത് തന്നെയാണ്. 29,000-ഓളം പേരെയാണ് നിലവിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിയാത്തത്. അതേപോലെ തന്നെ രണ്ടാമതായി മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ് 26,000-ഓളം പേരെയാണ് മലമ്പുഴയിലും കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തത്. ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും വലിയ തിരിച്ചടി, അതായത് BJP ആണ് ഇത്തരത്തിൽ SIR നടപ്പാക്കാൻ വേണ്ടി ശക്തമായ രീതിയിൽ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ BJPക്ക് തന്നെ പാലക്കാട്ടെ മണ്ഡലത്തിൽ തിരിച്ചടിയാവുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം കൂടുതൽ പേർ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. BJP രണ്ടാമത് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മലമ്പുഴ മണ്ഡലം. അവിടെയും BJPക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 26,000-ഓളം പേരെയാണ് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും കാണാതായിട്ടുള്ളത്. നിലവിൽ ഏറ്റവും കുറവ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തത് 9,000-ഓളം പേർ വരുന്ന പട്ടാമ്പി നിയോജക മണ്ഡലത്തിലാണ്. ബാക്കിയെല്ലാ അതായത് 13 നിയോജക മണ്ഡലങ്ങളിലായി 1,61,661 പേരെയാണ് കണ്ടെത്താൻ സാധിക്കാത്തത്. 2002 വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തത്. എന്നാൽ പോലും ഈ കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾക്കെല്ലാം ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അതേപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനുമുള്ള സൗകര്യവും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 12 വരെയാണ് ഈ സൗകര്യങ്ങൾ ഉണ്ടാകുക. 13ഓളം രേഖകൾ ഹാജരാക്കിയാൽ വീണ്ടും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും എന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. മനു, ശരി. സച്ചിൻ വിവരങ്ങൾ പാലക്കാട് നിന്ന് നൽകിയത്.